ഹായ് ഹലോ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് റീനാസ് കലവറയുടെ ഒരു കുഞ്ഞു മേക്ക് ഓവർ ആയിട്ടാണ് കേട്ടോ വന്നത്. ഇതിപ്പോൾ ഏകദേശം ഒരു മാസമായിട്ട് നമ്മൾ ചെയ്തിട്ട് ഇപ്പോഴാണ് ഇത് പോസ്റ്റ് ചെയ്യാനുള്ളൊരു സമയം കിട്ടിയത്. നമ്മൾ നേരത്തെ തന്നെ റീനയുടെ ബർത്ത്ഡേ സ്പെഷ്യലായിട്ടുള്ളൊരു മേക്ക് ഓവർ ഇട്ടിരുന്നു കേട്ടോ. അപ്പോൾ ആദ്യം ചെയ്തത് ബ്രൈഡൽ മേക്ക് ഓവറാണ്. അത് പോസ്റ്റ് ചെയ്യാൻ ഇപ്പോഴാണ് സാഹചര്യം ഒരുങ്ങി. എല്ലാത്തിനും അതിൻ്റേതായ സമയമുണ്ട് ദാസ എന്ന് പറയുന്ന പോലെ. അപ്പോൾ ഞങ്ങൾ മേക്കപ്പ് ഒക്കെ നേരത്തെ തന്നെ കഴിഞ്ഞിരുന്നു, പക്ഷെ പൂ കിട്ടാൻ താമസിച്ചുകൊണ്ട് പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി പൂ കൂടി വെക്കണം അല്ലേ? പൂ കൊണ്ട് ഇതുവരെ ആരും വന്നില്ല, കെട്ടിയോ വന്നില്ല. നമ്മൾ പറയില്ലേ ഓരോന്നിനും അതിൻ്റേതായിട്ടുള്ള സമയമുണ്ട് ദാസാന്ന് എപ്പോഴും പറയാറുണ്ട്. അതുപോലെ ആയിരുന്നു കേട്ടോ റീനേൻ്റെ ഈ ഒരു ഇത്. ഞങ്ങളിത് എന്നോ കുറേ മുന്നേ പ്ലാൻ ചെയ്ത് വെച്ചാണ്, പക്ഷെ കുറേ കാരണം കൊണ്ട് അതിന് നടക്കാൻ, അതായത് ചിലപ്പോൾ എനിക്ക് പറ്റുമ്പോൾ റീനയ്ക്ക് പറ്റില്ല, റീനയ്ക്ക് പറ്റുമ്പോൾ എനിക്ക് പറ്റില്ല, അങ്ങനെയായിരുന്നു. പിന്നെ പെട്ടെന്ന് ഇതിന് സമയം ഒത്തു വന്നപ്പോൾ ഞങ്ങൾ ഇനിയിപ്പോൾ എന്തായാലും പെട്ടെന്ന് ചെയ്യാം. അപ്പോൾ പൂവൊക്കെ പെട്ടെന്ന് എത്തിയിട്ടോ. അപ്പോൾ പൂവൊക്കെ സെറ്റാക്കി ഓർണമെൻറ്റ്സും സെറ്റാക്കി നമ്മളെ ഫോട്ടോഗ്രാഫർ ജിനേഷ് കൊണ്ടോട്ടിയാണ്, മൂപ്പര് നേരത്തെ എത്തിയിരുന്നു. അതുപോലെ നമ്മളെ ഓർണമെൻറ്റ്സ് ഉണ്ടില്ലെങ്കിൽ സ്വർണ്ണത്തിന് വെല്ലണം നല്ല കിഡിലൻ ഓർണമെൻറ്റ്സ് ആണ്. അത് നമ്മുടെ കൂട്ടത്തിൽ തന്നെ ഇപ്പോൾ നമ്മുടെ വീഡിയോയിലൊക്കെ വന്നിരുന്നാൽ കൃഷ്ണപ്രിയ തന്നെയാണ് കേട്ടോ. അതിൻ്റെ ഓണർ ലിഗറ ബൈ പ്രിയ എന്നുള്ള പേജിൽ നിന്നാണ്. അപ്പോൾ റീനയുടെ ഈ ലുക്ക് കണ്ടപ്പോൾ റിജുവേട്ടൻ ആദ്യം ഫോട്ടോസിനൊന്നും ഇല്ലയെന്നായിരുന്നു പറഞ്ഞിരുന്നത്. അപ്പോൾ ഞങ്ങളെല്ലാവരും പറഞ്ഞു ഏതായാലും വെഡ്ഡിങ് ഫോട്ടോ അവർക്ക് ഇല്ലല്ലോ, അപ്പോൾ നിങ്ങളും കൂടി ഒന്ന് സെറ്റായാലും നമുക്ക് ഇതിൻ്റെ കൂട്ടത്തിൽ നല്ലൊരു വെഡ്ഡിങ് ഫോട്ടോ കിട്ടൂല എന്നപ്പോൾ മൂപ്പരും അതിനൊക്കെയായിട്ട് റെഡി ആയിട്ട് വന്നിട്ടോ. അപ്പോൾ മൂപ്പരും അതിലേക്ക് കൂടി വന്നപ്പോൾ അത് ഒരു അടിപൊളി ഷൂട്ട് തന്നെയായിരുന്നു. എന്തായാലും റീനയും ഹാപ്പി, റിജുവേട്ടനും ഹാപ്പി, ഞങ്ങളെല്ലാവരും മൊത്തത്തിൽ ഹാപ്പി. സത്യത്തിൽ പറഞ്ഞാല് നമ്മള് ഈ ഒരു ഇതില് ഇതുവരെയായിട്ടും ഇതാക്കിയില്ല. കാരണം വെച്ചാൽ നമ്മൾ സ്നേഹിച്ച് കല്യാണം കഴിച്ചാണ്. അപ്പൊ ഈ ഒരു ബ്രൈഡൽ മേക്ക് ഓവറിൽ ഞാൻ എങ്ങനെ ഉണ്ടാവും ഒരുപാട് കാലത്ത് ആഗ്രഹമായിരുന്നു ഇങ്ങനെ ഒരു മേക്കപ്പ് ഇട്ട് ബ്രൈഡൽ ഇട്ട് നിക്കണം എന്നുള്ള അവളെ ആഗ്രഹം കേട്ടോ, എന്റെ ആഗ്രഹമല്ല. അവസരം കൊടുക്കാനിട്ടല്ലേ? അല്ലല്ല, അവസരം കൊടുക്കാനില്ല, കല്യാണത്തിന് അവസരം വന്നില്ല. അപ്പൊ ഞാനിങ്ങനെ ആഗ്രഹം പറഞ്ഞപ്പോ ഇന്നലെ വരെ മൂപ്പർക്ക് ഒരു ആഗ്രഹമില്ലായിരുന്നു, പക്ഷെ ഞാനിങ്ങനെ മാറിയപ്പോ പിന്നെ മൂപ്പർക്ക് പെട്ടെന്ന് ലഡു പ്രകാരമാണ് ഞാൻ മാറിയത്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുണ്ട്, ഒരു രക്ഷയില്ല, സൂപ്പർ. അപ്പൊ നമുക്ക് ഫോട്ടോഷൂട്ടിന് വേണ്ടി പോവാം. ഓക്കെ. അപ്പോൾ ഭാര്യയ്ക്ക് മാത്രം ഇട്ടാൽ പോരല്ലോ മേക്കപ്പ്, നമ്മൾ ഭാര്യേൻ്റെ കൂടെ കട്ടയ്ക്ക് പിടിച്ച് വെക്കാൻ ഭർത്താവിനും വേണമല്ലോ മേക്കപ്പ് എന്നുള്ള രീതിയിൽ റിജുവേട്ടനും ചെറുതായിട്ടൊരു ടച്ചപ്പൊക്കെ കൊടുത്തിട്ടോ. അതിന് ശേഷം അവർ രണ്ടാളും കൂടി പിന്നെ ഫോട്ടോ എടുക്കലും വീഡിയോ എടുക്കലും സെൽഫി എടുക്കലും ഒക്കെ പാടെയായിരുന്നു. എന്തായാലും പിന്നീട് നമ്മൾ ഫോട്ടോഷൂട്ടിന് വേണ്ടിയിട്ട് നമ്മൾ പിന്നെ ഒരു ടെമ്പിളിലേക്കാണ് പോയത്. നമ്മളെ നാട്ടിൽ തന്നെയുള്ള ടെമ്പിളാണ് കേട്ടോ. അവിടേക്ക് പോയി, പിന്നെ സങ്കേതത്തിൽ പോയി, അങ്ങനെ കുറച്ച് സ്ഥലത്ത് പോയിട്ട് കുറേ ഫോട്ടോസൊക്കെ എടുത്തു. ഈ ദിവസം തന്നെ 3 ലുക്കിലായിരുന്നു കേട്ടോ റീന വന്നിരുന്നത്. 3 ലുക്കിലാണ് നമ്മൾ ഫോട്ടോഷൂട്ട് നടത്തിയിരുന്നത്. അപ്പോൾ ഇതാണ് റീനയുടെ ഒരു ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മൾ ഫോട്ടോഷൂട്ടിൻ്റെ സമയത്ത് ഒരുപാട് സന്തോഷമുള്ള നിമിഷങ്ങളുണ്ടായിട്ടോ. അങ്ങനെയാണല്ലോ, ഒരേ വൈബുള്ള കുറച്ച് ആൾക്കാർ ചേർന്നാൽ നല്ല രസമായിരിക്കും. കുറേ ചിരിയും കളിയും തമാശയും അങ്ങോട്ടും ഇങ്ങോട്ടും പരവയ്ക്കലൊക്കെ ആയിട്ട് അങ്ങനെ പോയിട്ട് എന്തായാലും നല്ല അടിപൊളി ഷൂട്ടായിരുന്നു. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. അഞ്ജുവിന്റെ കൂടെ ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. ഫസ്റ്റ് എക്സ്പീരിയൻസ് പറയുമ്പോഴേക്ക് ഒരുപാട് ആൾക്കാരെ കൂടെ ഉള്ള എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു, പക്ഷെ എന്താ അറിയില്ല, അടിപൊളിയായിട്ട് എല്ലാ കാര്യങ്ങളും മാനേജ് ചെയ്ത് അത് എനിക്ക് പറഞ്ഞറിയിക്കാൻ വേണ്ടി പറ്റില്ല. എൻ്റെ ഫസ്റ്റ് ഷൂട്ട് തന്നെ അടിപൊളി. പിന്നെ ഈ ഒരു ജ്വല്ലറി എനിക്ക് 50 പവനല്ല 100 പവൻ കൈ നിറച്ചായിട്ട് തന്നിട്ടുള്ളത് നമ്മുടെ കൃഷ്ണയാണ് കേട്ടോ. ഈ കൃഷ്ണ ഇതാ കണ്ട മനസ്സറ എന്നിട്ട് തന്നിട്ട് മതിയാവുന്നില്ല, കുറച്ചും കൂടി എന്താ കൈ നിറച്ചു ഏകദേശം ഒരു 100 പവന്റെ മുകളിലുണ്ട്. ഭയങ്കര സന്തോഷം. അപ്പോൾ ഓക്കെ, താങ്ക് യു.